നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവീ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 29-ാം അധ്യായം 46-ാമത്തെ ശ്ലോകം. യഥാ യസ്യാ അനുഗൃഹ്ണാതി യഥാ യസ്യാ അനുഗൃഹ്ണാതി ഭഗവാൻ ആത്മഭാവിതഃ ഭഗവാൻ ആത്മഭാവിതഃ സജഹാതി മതിം ലോകേ സജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം വേദേ ച പരിനിഷ്ഠിതാം. യഥാ യസ്യാ അനുഗൃഹ്ണാതി ഭഗവാൻ ആത്മഭാവിതഃ സജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധത്തിൽ നാരദ മഹർഷി പ്രാചീന ബർഹിസത് എന്ന് പറയുന്ന രാജാവിന് ഉപദേശിക്കുന്ന ഭാഗമാണ് ഈ അധ്യായം. പ്രാചീന ബർഹി, ഈ രാജാവ് വളരെ വളരെ ഭൗതികതയിൻ്റെ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു രാജാവാണ്, ഒരു വ്യക്തിയാണ്. ഭൗതികതയുടെ ആഴത്തിൽ 2 തരം വ്യക്തികൾ കുടുങ്ങിക്കിടക്കുന്നു. ഒന്ന്, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി അനുഭവിക്കാൻ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അതേസമയം വേദ നിയമങ്ങളെ ആചരിച്ചുകൊണ്ട് ഉള്ള വ്യക്തികൾ. രണ്ടാമത്തെ കൂട്ടര് ഭൗതിക സുഖങ്ങളുടെ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, എന്നാൽ വേദവിരുദ്ധമായി സഞ്ചരിക്കുന്നവർ. ഇങ്ങനെ 2 കൂട്ടരുണ്ട്. പ്രാചീന ബർഹി എന്ന രാജാവ് വേദവിധികൾ ശരിക്കും ആചരിച്ചുകൊണ്ട് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ
എൻ്റെ ധനം വർദ്ധിക്കാൻ വേണ്ടി വ്യത്യസ്തമായ യാഗങ്ങൾ ചെയ്യുക. കേരളത്തിൽ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അമ്പലങ്ങളിൽ ചെന്ന് വഴിപാടുകൾ ചെയ്യുക, പൂജായജ്ഞ ഹോമാദികൾ ചെയ്യുക, വീട്ടിൽ നിരന്തരം ഭഗവതി സേവ അതുപോലെയുള്ള യാഗങ്ങൾ വളർത്തുക. ഇതിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് എന്ന് വെച്ചാൽ എൻ്റെ സാമ്പത്തികം ഉയരണം, എൻ്റെ സുഖം ഉയരണം, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണം. അതിനുവേണ്ടി നിരന്തരം ജ്യോതിഷന്മാരെ കാണും. ജ്യോതിഷന്മാർ പല വ്യത്യസ്ത തരത്തിലുള്ള പൂജകൾ അവർ ഇത് ചെയ്യും, പറയും. അതിന് ലക്ഷങ്ങളും ആയിരങ്ങളും ചെലവാക്കി പല സ്ഥലങ്ങളിലിരുന്ന് പോറ്റിമാരെ പൂജാരിമാരെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നടത്തും. പക്ഷേ ഭാഗവതം അവരെയും പറയുന്നത് വെറും ഭൗതികവാദികളാണ്. വേദനിയമങ്ങൾ ആചരിക്കുന്ന ഭൗതികവാദികൾ. രാവണനും കംസനും അതുപോലത്തെ രാക്ഷസന്മാർ വേദനിയമങ്ങൾ ആചരിക്കാത്ത ഭൗതികവാദികൾ. ഇവർ രണ്ടുപേരെ തമ്മിലും ഒരു വ്യത്യാസവുമില്ല. ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞത് ഉണങ്ങിയ ചാണകവും പശു ഇപ്പം ഇട്ട പുതിയ ചാണകവും തമ്മിലുള്ള വ്യത്യാസമാണ്. പശു ചാണകം ഇട്ടു, ഒന്ന് ഫ്രഷ് ചാണകം, ഇനി ഒന്ന് തലേന്നിട്ട ഉണങ്ങിയ ചാണകം. ഈ രണ്ട് ചാണകവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫ്രഷ് ചാണകവും തലേന്നിട്ട ഉണങ്ങിയ ചാണകവും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂ? ഒരു വ്യത്യാസമില്ല. രാവണനെയും കംസനെയും പോലെ, ഈ രാവണൻ കംസൻ പുരാണ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെയോ ഒക്കെ ചിന്തിക്കരുത്. ഇന്ന് നടപ്പിൽ ഈശ്വര വിരുദ്ധമായി ഞാൻ ഇന്നലെ ഒരു ഭാരതത്തിൻ്റെ തലപ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം കേട്ടു. അത് എന്തിനാ കേട്ടതെന്നാണ് പിന്നെ ആലോചിച്ചത്. ഒരു വലിയ നേതാവ് പ്രസംഗിക്കുക, സീതയുടെ അഗ്നി. ഇവരിപ്പോൾ എല്ലാവരും കൂടെ ഈ രാമായണം പിടിച്ചു വച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. എല്ലാ രാഷ്ട്രീയക്കാരും രാമായണം സംസാരിക്കുന്നു. ഇപ്പം രാമായണം ആർക്ക് വേണമെങ്കിലും വാൽമീകി മഹർഷി ചെയ്ത വലിയ തെറ്റൊരു പേറ്റന്റ് എടുക്കാതെ വിട്ടതാണ്. ഇപ്പോൾ ഒരു സിനിമാ സംവിധായകൻ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആർക്കെങ്കിലും കോപ്പി അടിക്കാൻ പറ്റുമോ? ഇല്ല. വാൽമീകിയും വ്യാസമഹർഷിയും കൂടെ അങ്ങനെ 2 പാറ്റന്റ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഇതിപ്പോൾ പോകുന്നവർ വരുന്നവർക്കെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. ഏത്? രാമായണം. ഈ ഒരു വലിയ നേതാവ്, ഞാൻ പേര് പറയുന്നത്, അദ്ദേഹം ഇന്നലെ പ്രസംഗിക്കാം, സീതാദേവിയുടെ അഗ്നിപരീക്ഷയിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. സീതാദേവിയുടെ പാതിവൃത്യമല്ല മനസ്സിലാക്കേണ്ടത്, പിന്നെ രാവണൻ്റെ പാതിവൃത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം രാവണൻ സീതയെ തൊട്ടിട്ടില്ല എന്ന്. ഇതാണ് പ്രഭുപാദർ പറഞ്ഞത്, മന്ദബുദ്ധി നയിക്കുന്ന ഒരു രാജ്യം. ഒരു മണ്ടൻ നയിക്കുന്നു, കുറേ മണ്ടന്മാരതിനെ അനുഗമിക്കുന്നു. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ. ഇന്നത്തെ ഒരു സമൂഹത്തിൽ ദൈവമില്ല എന്ന് പറയുന്നതും ദൈവത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്നതും അതിൽ 4 കയ്യടി നേടുന്നതെല്ലാം ഒരു ഫാഷനായി കാണുന്ന ഒരു കാലഘട്ടം. ഇപ്പം രാവണനും കംസനും എന്താ ചെയ്തത്? അവരും ഈശ്വര വിരുദ്ധമായി സംസാരിച്ചു. പക്ഷേ ഈ സംസാരിക്കുന്നതെല്ലാം അവസാനം എന്തിനാണ്? 4 വോട്ട് കെട്ടി മന്ത്രിയായി 1000 കോടി മോഷ്ടിക്കുക. വേറെ ഒന്നും ഉദ്ദേശമല്ല, അല്ലേ? 2 കഥവും സാധ്യത. മോഷ്ടിക്കുക എന്നുള്ള ഒരേ ഒരു വ്യത്യാസം. അതാണ്
ഭാഗവതം ഇവിടെ പറയുന്നു, 2 തരം ലൗകികവാദികളുണ്ട്. ഇവർ 2 പേരും ലൗകികതയുടെ ആഴത്തിൽ മുങ്ങിക്കിടക്കുക. അവരുടെ നേട്ടം എന്താണ്? എങ്ങനെയെങ്കിലും ഈ ഭൗതിക സുഖം നിരന്തരം അനുഭവിക്കണം, എനിക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവുമില്ലാതെ ഇത് ഞാൻ അനുഭവിക്കണം. അപ്പോൾ ഈശ്വര വിരുദ്ധമായി, വേദവിരുദ്ധമായുള്ള ഭൗതികവാദികൾ. പക്ഷേ പ്രാചീന ബർഹി എന്ന രാജാവ് എന്താണ്? വേദം അനുസരിക്കുന്ന ഭൗതികവാദി, അത്രയേ ഉള്ളൂ. ആ പൂജ, ഈ പൂജ, ജ്യോത്സ്യന്മാരെടുത്ത് ചെന്ന് അത് ചെയ്യുക, ഇത് ചെയ്യുക, എല്ലാം ചെയ്യും. പക്ഷെ ഉദ്ദേശം എന്താ? എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് അഭിവൃദ്ധി ഉണ്ടാകണം, പണം. ഇത് ഭാഗവതം പറയുന്ന ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവരെ കണ്ട് നമ്മളൊരു ആത്മീകവാദി ഒന്നും ചിന്തിക്കരുത്. അവർ ഈ പൂജയൊക്കെ ചെയ്യുന്നത് എന്താ? അവസാനം കുറേ ഈ ജനനമരണ ചക്രം, ഈ ഒരു ലാഭനഷ്ട കണക്കിൽ പിന്നെ കുറച്ച് ഗുണമുണ്ട്, മറ്റവരെക്കാൾ ഇവർക്ക് കുറച്ച് ഗുണമുണ്ട്. കാരണം അതെന്താണ്? അത് ഫ്രഷ് ചാണകം, അത് കുറച്ച് ബെറ്ററാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നു ആർക്കാണ്? അതുകൊണ്ട് ആ ഭാഗവതം തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇത് ബുദ്ധിമാന്മാർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. ഇപ്പം ഇവിടെ ഒരു 50 പേര് കൂടിയിരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വച്ച് മൊത്തത്തിലുള്ള 40 ലക്ഷം ജനത്തിൽ ബുദ്ധിയുള്ള 40 പേരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. യഥാ യസ്യ അനുഗൃഹ്ണാതി, ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്? ഭഗവാൻ ആത്മഭാവിതഃ, ഭാവത്തിൽ ഭഗവാനെ സ്വീകരിച്ച ഒരാളെ മാത്രമാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ ഭക്തി എന്താണെന്നൊരു വിശദീകരണം കൂടെ കൊടുത്തിരിക്കുകയാണ്. ആത്മഭാവിതഃ. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം നാമജപം ചെയ്യുന്നവരാണ്. നാമജപം ചെയ്യുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഒരു ആഗ്രഹമുണ്ടാകും. അതാണ് എൻ്റെ യഥാർത്ഥ ആഗ്രഹം, ക്യാരക്ടർ. നാമം ജപിക്കുന്ന നേരത്ത് കൃഷ്ണ, ഭഗവാനെ ഞാൻ മനസ്സിലാക്കണം, ഭഗവാനെ ശരണം പ്രാപിക്കണം, ഈ ജന്മത്തിൽ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു പോകണം, ശുദ്ധഭക്തനാകണം എന്ന ചിന്തയിലാണോ നമ്മൾ ജപം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ ബിസിനസ് നന്നായിട്ട് നടക്കണം, ഫലപ്രാപ്തി ഉണ്ടാവണം, കൂടുതൽ പണം കിട്ടണം, എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നേ ഇല്ല, ഇന്ന് ഞാൻ നല്ലോണം വഴക്ക് കൊടുക്കും. ഇങ്ങനെ അനേകം ചിന്തകളായിരിക്കും നമ്മുടെ ജപത്തിൻ്റെ ഇടയ്ക്ക് ഓടുന്നത്. ശരിയാണോ തെറ്റാണോ? അതാണ് എൻ്റെ ഭാവത്തിൽ അപ്പം സംഭവിക്കുന്നത്. ഭഗവാൻ ഇല്ല അവിടെ. എന്താ പറയണ? ആത്മഭാവിതഃ, നിൻ്റെ ഉള്ളിൽ അകത്തളത്ത് ഒരു ചിന്ത ഓടുന്നുണ്ടാകും. ആ ചിന്തയിൽ ദൈവമുണ്ടാകണം. നമ്മുടെ അടിത്തട്ടിൽ, ആ ബോധത്തിൽ ഈശ്വരൻ ഉണ്ടോ ഇല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. അഹമെന്ന ഭാവമുണ്ടാകും. എന്നെ വേണ്ടവണ്ണം ബഹുമാനിച്ചില്ല, എനിക്ക് ഫലം കിട്ടിയില്ല, എനിക്ക് സമ്പത്ത് കിട്ടിയില്ല, ബന്ധുജനങ്ങൾ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ പ്രാചീന ബർഹി എന്ന് പറയുന്ന രാജാവ് വേദങ്ങൾ ആചരിക്കുന്ന വ്യക്തിയാ, എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ താല്പര്യത്തിൽ കിടക്കുന്ന വ്യക്തി പ്രാചീന ബർഹി. അപ്പം ഈ പ്രാചീന ബർഹി രാജാവിനെ ആരാണ് ഇവിടെ ഉപദേശിക്കുന്നത്? ഈ രാജാവിനെ ഉപദേശിക്കാൻ പോയ വ്യക്തി ആരാണ്? നാരദ മഹർഷി. അതായത് ഇന്ന് പ്രപഞ്ചം കണ്ടതിൽ വച്ച് ഏറ്റവും വിദഗ്ധനായ ഒരു പ്രചാരകനാണ് ആര്? നാരദ മഹർഷിയെ തോൽപ്പിക്കാൻ പ്രചാരകന്മാരേ ഇല്ല. ദൈവത്തിൻ്റെ നാമം പ്രചരിപ്പിക്കുന്നവർ അങ്ങനെ ആയിരിക്കണം. കാരണം നാരദ മഹർഷി പോയാൽ കംസനും സ്വീകരിക്കും, പിന്നെ രാവണനും സ്വീകരിക്കും, ഹിരണ്യകശിപുയുടെ കൊട്ടാരത്തിലും നാരദ മഹർഷി കയറിപ്പോകും, പാണ്ഡവരുടെ എവിടെ വേണമെങ്കിലും. ഇപ്പം പെട്ടെന്ന് നിങ്ങളുടെ ഗുരു പ്രത്യക്ഷമായി ഇവിടെ,
എൻ്റെ പ്രിയപ്പെട്ട ഭക്ത, ഞാൻ നിങ്ങൾക്കൊരു പ്രചരണ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഓ ശരി, എവിടെ സൗദി അറേബ്യയിൽ പോയി പ്രചരിപ്പിക്കണം. ഉസ്ബെക്കിസ്ഥാൻ, തസഖസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെ പോയി പ്രചരിപ്പിക്കണം. ഇസ്രയേൽ, സിറിയ, അവിടെയൊക്കെ പോയി. എത്ര പേര് പോകും? അമ്പലത്തിൽ വരാൻ പറഞ്ഞാലേ വരാത്ത ആൾക്കാരാണ്. പോയി അവിടെ പോയി ആര് പോകും? അപ്പം അങ്ങനത്തെ അസംഭവ്യമായ ദൗത്യങ്ങൾ വരുമ്പോൾ ഭഗവാൻ ആരെ അയക്കുന്നത്? ഇതുപോലെ അന്ന് ഭാരതം പാശ്ചാത്യരുടെ പിടിയിലായിക്കൊണ്ടിരുന്നു. ഇപ്പോഴും അത് മാറിയിട്ടില്ല. ഫോറിൻ ബ്രാൻഡഡ് സാധനം എത്ര പേർക്ക് ഇഷ്ടമല്ല? ആ ബ്രാൻഡ്, ഈ ബ്രാൻഡ്. ഇനി ആ ബ്രാൻഡ് കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ചീപ്പ് സാധനം വാങ്ങിച്ചാൽ ആ ബ്രാൻഡിൻ്റെ സ്റ്റിക്കറെങ്കിലും നമ്മൾ ഒട്ടിച്ച് വയ്ക്കും. ഇപ്പോഴും നമ്മൾ ആ പിടി. ഇംഗ്ലീഷുകാരൻ പോയി കാലം കുറേയായി. ഇന്നാലും ഇപ്പം ആ ഒരു ഫോറിൻ എന്നുള്ളതിനൊരു ഇത് പോയിട്ടുണ്ടോ? ഇല്ലേ? ഇപ്പം തന്നെ നിങ്ങൾക്ക് അമേരിക്കയ്ക്കും വിസ തരാം, മായപ്പൂർ പോകാൻ ഫ്രീ ടിക്കറ്റ് തരാം. നമ്മൾ എന്ത് സെലക്ട് ചെയ്യും? എവിടെ പോകും? മായപ്പൂർ. അതാരാണ്? ഞാൻ നോക്കട്ടെ. ഉറപ്പാണ്. എത്ര പേര് അമേരിക്ക പോകും? മായപ്പൂർ പിന്നെ വേണമെങ്കിലും പോകാമല്ലോ, അല്ലേ? ആ ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് വരെ നമുക്ക് പോയിട്ടേ ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും അവസാനം ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ പ്രാചീന ബർഹി ഒരു രാജാവാണ്. ഭൗതിക സുഖങ്ങളുടെ ആഴത്തിൽ അത് വർദ്ധിക്കാൻ വേണ്ടി അവിടെ നാരദ മഹർഷി ചെന്നപ്പോൾ വലിയ ഒരു യാഗം നടത്തി അവിടെ ഒരു ആടിനെ ബലി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ഡിവോട്ടികൾ ഈ മണ്ടത്തരം ചെയ്യാറുണ്ട്. എനിക്കൊരു ഡിവോട്ടി അറിയാം. അവരുടെ ഒരു അസുഖം, ഒരു തളർച്ച വന്നിട്ട് കുറേ ആയിട്ടത് മാറാത്തത് കൊണ്ട് നമ്മളെ ഒന്നും പറയാതെ രഹസ്യമായി ചോറ്റാനിക്കരയിൽ ചെന്ന് ഒരു ജ്യോത്സ്യനെ കണ്ടു. ദീക്ഷയെടുത്ത ഡിവോട്ടിയാണ്. ആ ജ്യോത്സ്യം പറഞ്ഞ് എവിടെയോ കൊണ്ടുപോയി ഒരു കോഴിയെ വെട്ടി കുരുതി കൊടുക്കാൻ. ആ ദീക്ഷയെടുത്ത ഭക്തൻ അത് രഹസ്യമായി അത് ചെയ്യുകയും ചെയ്തു. നമ്മളിവിടെ 10 വർഷം ഭാഗവതം പറഞ്ഞതും ആ ജ്യോതിഷ 5 മിനിറ്റ് ഏതാണ് ഇൻഫ്ലുവൻസ് കൂടുതൽ? ആ ജ്യോത്സ്യൻ സംസാരിച്ചതാണ്. അതായത് എൻ്റെ സുഖം, എൻ്റെ ലാഭം, എൻ്റെ ആരോഗ്യം, എൻ്റെ ധനപ്രശ്നം, ഇതിനൊന്നും നമ്മൾ അത്ര എളുപ്പത്തിൽ വെളിയിൽ വരില്ല. വീണ്ടും വീണ്ടും ഫലകാംഷ്ഠിതമായ കർമ്മങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാമപരാധത്തിൽ ഒരു അപരാധമുണ്ട്. ഭഗവാന്റെ മഹിമ മനസ്സിലാക്കിയിട്ടും വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഫലകാമ്യ കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നത് പാപമാണ്. അതേത് അപരാധമാണ്? എത്രാമത്തെയാ? നാമപരാധത്തിൽ പറയുന്നു. 8th എന്താണത്? ഫസ്റ്റ് ലൈൻ. നാമജപത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ടും വേദങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. കുറുക്ക് വേദന മാറണമെങ്കിൽ ഈ പൂജ ചെയ്യണം, മകളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അവിടെ പോയി ഇത് ചെയ്യണം, അത് ചെയ്യണം. വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നവൻ ഫലകാമ്യം. അവനെ തെറ്റ് പറയുന്നില്ല. ഇപ്പം ഇതുവരെയും ഞാൻ ഇങ്ങനെ വിമർശിച്ചിട്ടില്ല, തെറ്റല്ല. പക്ഷേ അവൻ ശുദ്ധഭക്തനല്ല, ശുദ്ധഭക്തനല്ല എന്നാ പറയുന്നത്. ഭഗവാൻ എങ്ങനത്തെ ഭക്തൻ എനിക്ക് വേണം? യഥാ അനുഗൃണ്ണാന്തി ഭഗവാൻ ആത്മഭാവിതഃ. ഭാവം, നമ്മുടെ ബോധം, അതിൻ്റെ ആഴത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച ഒരു ഭക്തൻ. അപ്പം നാരദ മഹർഷി പ്രചരിപ്പിക്കാൻ പോയത് പ്രാചീന ബർഹി എന്ന ആളെടുത്ത. അപ്പോൾ ഒരു പ്രചാരകൻ, കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നവൻ ദക്ഷനായിരിക്കണം എന്ന് ഭാഗവതത്തിൽ പ്രഭുപാദ് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൃഷ്ണഭക്തൻ എന്തായിരിക്കണം? ദക്ഷനായിരിക്കണം. ദക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം എക്സ്പേർട്ട് എന്നാണ്. പ്രഭുപാദർ പാചകം ചെയ്യും, പാട്ടുപാടും, മൃദംഗ വായിക്കും, പ്രീച്ചിങ് ചെയ്യും, ക്ഷേത്രം പണി ചെയ്യും, മാനേജ്മെൻറ്റ് അറിയാം, യോഗ അറിയാം, എല്ലാം അറിയാം.
ചില വിഷയങ്ങൾ പ്രഭുപാദർ സംസാരിക്കുന്നത് നമുക്ക് അത്ഭുതകരമായിരിക്കും. ഭാരതത്തിൻ്റെ ഏതോ ഗ്രാമത്തിൽ നവദ്വീപിലിരുന്ന് വന്ന ഒരു സന്യാസി വര്യൻ തൻ്റെ 80ാമത്തെ വയസ്സിലാണ് അതിവിദഗ്ധനായി ലോകം മുഴുവനും വ്യാപിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിനെ നയിച്ചത്. പ്രഭുപാദർ സംസാരിക്കാത്ത വിഷയമില്ലായിരുന്നു. പ്രിന്റിങ്ങിനെ കുറിച്ചറിയാം, പബ്ലിഷിങ്ങിനെ കുറിച്ചറിയാം, ന്യൂസ് പേപ്പറെ കുറിച്ചറിയാം, സയൻസ് അറിയാം, ഭാഗവതം അറിയാം, പാചകമൊക്കെ ഇന്ന് ആരും അതുപോലെ ചെയ്യില്ല. മൾട്ടി ടയർ കുക്കിംഗ് ആണ്. താഴെ 20 പേര് പാചകം ചെയ്യുന്നുണ്ട്. പ്രസാദം കഴിച്ച് നോക്കി എന്തെങ്കിലും കരിച്ചു പൊരിച്ച് വെച്ചിട്ടുണ്ടാവും. ഉപ്പ് അധികം ഇട്ടിട്ടുണ്ടാവും, ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടാവും. പ്രഭുപാദർ മൾട്ടി ടയർ 4 പാത്രം ഒരുമിച്ച് വെച്ച്, ഒന്നിൽ പരിപ്പ്, ഒന്നിൽ ചോറ്, ഒന്നിൽ പച്ചക്കറി ഒരുമിച്ച് വേവിക്കുക. എന്നാൽ ടേസ്റ്റ് അതിഗംഭീരമായിരിക്കും. എന്ത് ചെയ്താലും പ്രഭുപാദർ എക്സ്പേർട്ടൈസ് ആയിരുന്നു. നമ്മൾ അങ്ങനെയല്ല. ഒരു ഫീൽഡെങ്കിൽ ആ ഫീൽഡ് മാത്രം അറിയാം, അതിന് മാറിപ്പോയാൽ നമുക്കറിയില്ല. ഒരു പ്രചാരകൻ എക്സ്പേർട്ടായിരിക്കണം. നാരദ മഹർഷി കംസൻ്റെ അടുത്തും ചെന്ന് സംസാരിക്കും, പാണ്ഡവരെടുത്തും സംസാരിക്കും. എവിടെ പോയാലും എങ്ങനെ സംസാരിക്കണമെന്നറിയാം. നോക്കിയപ്പോൾ പ്രാചീനബർഹി എന്ന് പറയുന്ന രാജാവ് ഭൗതികതയുടെ ആഴത്തിൽ കുടുങ്ങിക്കിടന്ന് അതിൻ്റെ അഭിവൃദ്ധിക്കായി വലിയ ഒരു യാഗം നടത്തി ആടിനെയും കൂടെ കെട്ടിവെച്ചിരിക്കുക. ഇപ്പം ഈ ആടിനെ വെട്ടുന്നത് നിർത്തണം. രാജാവിൻ്റെ അടുത്ത് നേരെ ചെന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? അഥവാ അയാൾക്ക് ദേഷ്യം വന്ന ആടിനെ മാറ്റി വെച്ച് ഈ പ്രചാരകനെ വെട്ടിക്കളയും. അപ്പം നാരദ മഹർഷി അവിടെ ചെന്ന് ആദ്യം അയാളെ അങ്ങ് സ്തുതിച്ചു. സ്തുതിയോടെ സ്തുതി. പ്രാചീന ബർഹിക്ക് എന്താ പറയുക, ഒരു സന്തോഷമായി. ആർക്കാണ് സ്തുതി ഇഷ്ടമില്ലാത്തത്? ഇവിടെ നമ്മൾ വന്ന് പ്രശംസിച്ചു കഴിഞ്ഞാൽ അങ്ങ് അങ്ങനെയാണ്, അങ്ങ് ഇങ്ങനെയാണ്, അങ്ങില്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു കുറ്റം പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഉൾക്കൊള്ളുമോ എന്നാൽ അപ്പം നമ്മൾ ശ്ലോകം വായിക്കും. തുല്യനിന്ദാ സ്തുതിർമൗനി പാട്ടൊക്കെ പാടും. സ്തുതിയും നിന്ദയും ഒരേപോലെ കാണണമെന്ന് ശ്ലോകവും പഠിച്ചു വെച്ചിട്ട് സ്തുതിക്കുമ്പോൾ ഇഷ്ടപ്പെടും, നിന്ദിക്കുമ്പോൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടത്തില്ല. സോ നാരദ മഹർഷി അവിടെ ചെന്ന് പ്രാചീന ബർഹിയെ സ്തുതിച്ചു. ഒരുപാട് സ്തുതിച്ചപ്പോൾ പ്രാചീന ബർഹി നാരദ മഹർഷി പറയുന്നത് കേൾക്കാൻ തുടങ്ങി. എന്നാലും ഇവൻ ബുദ്ധിമാനായ രാജാവായതുകൊണ്ട് പ്രാചീന ബർഹിക്ക് ഒരു ചെറിയ സംശയം പതിവില്ലാതെ നാരദൻ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല എന്നെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വല്ല ഹിഡൻ അജണ്ട ഉണ്ടാകുമോ? ബുദ്ധിമാൻ തിരിച്ചറിയാൻ പറ്റി. മണ്ടൻ അറിയില്ല. മണ്ടൻ വിചാരിക്കും കറക്റ്റ് കണ്ട ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത് എൻ്റെ കാര്യം. ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. വിവരമില്ലാത്തവർ അതിനെ സ്വീകരിക്കും. ഭക്തി വിനോദ് ഠാക്കൂർ പറഞ്ഞു, ഒരു ആധ്യാത്മിക വ്യക്തി ആൾക്കാർ സ്തുതിക്കുമ്പോൾ വളരെ അലേർട്ടായിരിക്കണം. ഉള്ളിൽ എന്താ ചിന്തിക്കുന്നത്? അവർ സ്തുതിക്കുന്നത് നമ്മളെ ചെരുപ്പെടുത്തി നമ്മൾ അടിക്കുന്നത് പോലെ വിചാരിച്ചോളണം. നിന്ദ എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രു ചെരുപ്പെടുത്ത് എന്നെ അടിക്കുന്നു. സ്തുതി എന്ന് വെച്ചാൽ ഞാൻ ചെരുപ്പെടുത്ത് അടിക്കും. ചുരുക്കത്തിൽ 2 അടിയാണ്. വ്യത്യാസം മനസ്സിലായോ? ഒരുത്തൻ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരുത്തൻ ചെരുപ്പെടുത്ത് എന്നെ അടിക്കുന്നു. സ്തുതിക്കുക എന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെരുപ്പെടുത്ത് എന്നെ അടിക്കുന്നു. പക്ഷേ ചുരുക്കത്തിൽ 2 ചെരുപ്പിൻ്റെ അടിയാണ്. അത്ര അലേർട്ടായിരിക്കണം. പ്രാചീന ബർഹിക്ക് ഒരു സംശയം, എന്താണ് പതിവില്ലാതെ നാരദ മഹർഷി ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പ്രാചീന ബർഹി എടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കഥയും കൂടെ പറയട്ടെ. അതായത് എക്സ്പേർട്ട് പ്രീച്ചേഴ്സ് കഥയിൽ കൂടെ കാര്യം പറയും, വെറും കാര്യം പറയത്തില്ല, കഥയിൽ കൂടെ പറയും. ഉടനെ നാരദ മഹർഷി ഞാനൊരു കഥ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രാചീന ബർഹിയും പറഞ്ഞു, ശരി കഥ പറഞ്ഞു. ഒരു കഥ അങ്ങോട്ട് തുടങ്ങി. ഒരു വലിയ കഥ. ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിന് 9 വാതിലുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് 5 തലയുള്ള പാമ്പുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇനി ഒരു സ്ഥലത്ത് കടുവയുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ഉള്ള ഇമാജിനേഷൻ എല്ലാം കൂട്ടി ഒരു കഥ. കഥ പറഞ്ഞു വന്നപ്പോൾ പ്രാചീന ബർഹി ചോദിച്ചു, ഇത് എൻ്റെ ലൈഫാണോ എനിക്ക് പറഞ്ഞു തരുന്നത്? ബുദ്ധിമാനാ പ്രാചീന ബർഹി.
ഇത്ര പ്രീച്ചിങ് ചെയ്തിട്ട് നമ്മളിൽ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. നമ്മൾ ബുദ്ധിമാന്മാരാണോ മണ്ടന്മാരാണോ? പ്രാചീന മഹർഷി അപ്പ പിടിച്ചു കാര്യം. പതുക്കെ ചോദിച്ചു, നാരദ മഹർഷി എന്നെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ പറയുന്നത്? നാരദ അതൊക്കെ ഒരു കഥയാ. കഥ പറഞ്ഞ് അവസാനം പ്രാചീന ബർഹിക്ക് മനസ്സിലായി ഇത് എന്നെ ഉദ്ദേശിച്ചാ പറയുന്നു. ഉടനെ വിനയത്തോട് പ്രാചീന ബർഹി ചോദിച്ചു, നാരദ മഹർഷി അങ്ങ് പറയാൻ വരുന്നത് നേരിട്ടങ്ങ് പറയുക, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ ചില സമയം പലർക്കും ഉപദേശം ചെയ്യും, നന്നായിട്ടറിയാം അവർ ഉള്ളുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല. അതിനെയാണ് ഈഗോ, അഹങ്കാരം എന്ന് പറയുന്നത്. നന്മ വരുന്ന സ്ഥലത്ത് അതിനെ ഷീൽഡിട്ട് അത് ഉൾക്കൊള്ളില്ല. മനസ്സ് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ശരീരാരോഗ്യമുള്ളവനല്ല യഥാർത്ഥ ശത്രു. ഈ ഭയങ്കര അഹങ്കാരമുള്ളതാണ് യഥാർത്ഥ ശത്രു. കാരണം ഒരു നല്ല ഉപദേശവും അത് ഉൾക്കൊള്ളാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ പ്രാചീന ബർഹി നാരദ മഹർഷിയെ ശരണം പ്രാപിച്ചു. അങ്ങ് പറയാനുള്ളത് നേരിട്ട് പറയുക, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. നേരിട്ട് പറഞ്ഞു, പ്രാചീന ബർഹി ഇതൊക്കെ അങ്ങ് നിർത്ത്. എന്തിനാ നീ ഈ പൂജകൾ, ഈ കർമ്മങ്ങൾ, ഫലകാംക്ഷിതമായ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ട് നീ വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും. എന്താ, അടുത്ത ജന്മം സുന്ദരനായി ധനാട്യനായി ജനിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ വീണ്ടും ജനിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നീ ജനിക്കും, പൈസക്കാരനായി ജനിക്കും, പക്ഷെ വീണ്ടും ജനിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും നീ ജനിച്ച് കഷ്ടപ്പെടും. ഉടനെ പ്രാചീന ബർഹി ചോദിച്ചു, ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? കറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ആൻസർ കിട്ടിയ പിന്നെ ആ ആൻസറിലേക്ക് നമ്മുടെ ജീവിതം ത്യജിക്കണം. അതാണ് റിയൽ സ്പിരിച്വലിസ്റ്റ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വിദേശീയരുമുണ്ട്, ഭാരതീയരുമുണ്ട്. രണ്ട് കൂട്ടരും ചോദ്യം ചോദിക്കും, രണ്ട് കൂട്ടർക്ക് ആൻസർ കിട്ടും. ഒരിക്കൽ ആൻസർ കിട്ടിയാൽ ആ ആൻസറെ തലയിൽ തൂക്കി വെച്ച് അതനുസരിച്ച് ജീവിതം നയിക്കുന്നവർ വിദേശീയരാണോ ഭാരതീയരാണോ? അവർ ഏത് കാര്യവും ബോധ്യമായാൽ, ജർമ്മൻ നാട്ടിലുള്ളവർക്ക് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കാറാണ്. ലോകത്തിൻ്റെ അതിസമ്പന്നമായ വിദഗ്ധമായ ഈ അത്ര എന്താ പറയുക ബെസ്റ്റ് വെഹിക്കിൾസ്, കാറ് ഇന്നും ലോകത്തിൽ സൃഷ്ടിക്കുന്നത് ആരാണ്? കാരണം അവൻ അതിനെ ലക്ഷ്യമാക്കിയെടുത്തു. അതവൻ. സ്വിസ്സുകാർക്ക് ചോക്ലേറ്റ്, വാച്ച്, ഇതാണ് ഭ്രാന്ത്. അവർ ഇന്ത്യയിലുള്ളവനെല്ലാം ദൈവവിശ്വാസിയാണ്, പക്ഷെ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഒരു ഉത്തരം, ശരിയായ ഉത്തരം കണ്ടുപിടിക്കണം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടരണം. അത് നമ്മുടെ ഡിവോട്ടീസിന് അല്പം കുറവാണ്. ഇതൊക്കെ അറിയാണെങ്കിലും ശരി, അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിനുവേണ്ടി രാവിലെ എണീറ്റ് നാമം ജപിച്ചോ, പോയി മറ്റുള്ളവർക്ക് പ്രഭുപാദരുടെ ഗ്രന്ഥം വിതരണം ചെയ്തോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൃഷ്ണാവബോധം പഠിപ്പിച്ചവരെ ഭക്തരാക്കിയോ, അല്ലെങ്കിൽ ഭഗവാൻ പ്രീതിപ്പെടുന്നത് പോലെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും. എന്ത്? വിളക്കിൽ എണ്ണ ഒഴിച്ച്. അത് തുടക്കക്കാർക്കുള്ളതാ. നിന്റെ ഉള്ളിൽ മാറ്റം വരാൻ എന്ത് ചെയ്തു? ഒന്നുമില്ല. പക്ഷെ ഞാൻ വലിയ കൃഷ്ണഭക്തനാണ്. എൻ്റെ മാമൻ്റെ, അനന്തരവൻ്റെ, അളിയൻ്റെ, മച്ചമ്പിയുടെ വീട് ഗുരുവായൂരിൻ്റെ തൊട്ട മുമ്പേയാണ്. ശരി, എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇല്ലേ? പ്രഭുപാദരുടെ ഗുരു ചോദിച്ച ചോദ്യം, ഒരു കുപ്പിയിൽ തേന് നിറച്ച് വെച്ചിട്ട് കുപ്പിയെ നക്കിക്കൊണ്ടേയിരുന്ന തേന് കിട്ടും. എന്ത് ചെയ്യണം? കുപ്പിയെ തുറക്കണം. നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആ ഒരു പ്രോത്സാഹനമില്ല. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, എന്ത് ചെയ്യും നമ്മളത്? എന്ത് ചെയ്യും? 10 പേരെടുത്ത് പറയും, ആരെടുത്തെങ്കിലും പറയും, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യ എടുത്തെങ്കിലും പോയി ഷെയർ ചെയ്യും. ഇത്രയും വലിയ ഒരു മൂല്യം ഭാഗവതം കിട്ടിയിട്ടുണ്ട്. നാരദ മഹർഷി
കംസനെ, രാവണനെ, പ്രാചീന ബർഹി ഇതുപോലെ ശത്രുക്കളുടെ ഇടയിലാ ചെന്ന് പ്രചരിപ്പിച്ചത്. അത് ചെന്ന് പറഞ്ഞു കൊടുത്തു, അത് മധുരമായി പറഞ്ഞു കൊടുത്തു. പ്രാചീന ബർഹി ഉടനെ സ്വീകരിച്ചു. പ്രാചീന ബർഹി ഒറ്റ വരിയിൽ, നാരദ മഹർഷി എനിക്ക് ഇനി കഥയൊക്കെ മനസ്സിലായി, കഥയൊന്നും വേണ്ട, പറയാനുള്ളത് അങ്ങ് നേരെ പറയുക. ഉടനെ അടുത്തത് നാരദ മഹർഷി പറയാ, സജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പരിനിഷ്ഠ എന്നൊരു വാക്കുണ്ട്. നിഷ്ഠ, സുനിഷ്ഠ, പരിനിഷ്ഠ. നിഷ്ഠ എന്ന് വെച്ചാൽ വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം. ഈ സംസ്കൃതത്തിൽ സു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മഹിമ കൂടും. പ്രിയ, സുപ്രിയ, കുമാർ, സുകുമാർ, ഭ്രാന്ത്, സുഭ്രാന്ത്. ഈ സു എന്ന് കൂട്ടിയാൽ സൂപ്പർ, അതിൻ്റെ ഒരു വില അല്പം കൂടെ കൂടും, അതിൻ്റെ മഹിമ അതും കൂടെ കൂടും. പരി എന്ന് വെച്ചാൽ അതിൽ കവിഞ്ഞൊന്നുമില്ല. പരിവർത്തനം. നിഷ്ഠ, സുനിഷ്ഠ, പരിനിഷ്ഠ. ഭഗവാനിൽ ആദ്യത്തെ വരിയിൽ പറഞ്ഞു, ഭഗവാൻ ആത്മഭാവി, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ബോധമുണ്ടല്ലോ, ആ ബോധത്തിൽ ഭഗവാനെ റീപ്ലേസ് ചെയ്യുക. ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, ഇനി ഒരു കുട്ടിയുടെ കയ്യിൽ ഈ പിള്ളേർ ഇത് കളിക്കൂലേ, പെബിൾസ്, കണ്ണാടി പെബിൾസ്, ഗോട്ടി, എന്തൊക്കെയോ പറയുന്നു, ഓരോ പേരാണ്, ഗോലി, ഗോട്ടി, വോട്ടവർ. ഒരു കുട്ടിയുടെ കയ്യിൽ ഈ സാധനമുണ്ട്, പെബിൾസ് കുറേ ഉണ്ട്. ഇനിയൊരു കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരും ഫ്രണ്ട്സാണ്. അപ്പോൾ 2 പേര് തമ്മിൽ കണ്ടിട്ട് പറയാ, നീ നിൻ്റെ കയ്യിലുള്ള ഗോലിയൊക്കെ എനിക്ക് താ, ഞാൻ എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റൊക്കെ നിനക്ക് തരാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഉള്ള കുട്ടി വളരെ സന്തോഷത്തോടെ, ശരി എനിക്ക് ചോക്ലേറ്റ് വേണ്ട, ഗോലി കളിച്ച് കുറേ, നീ ഗോലിയൊക്കെ താ. അപ്പോൾ ആ കുട്ടി ഗോലിയെല്ലാം തന്നു, ഇത് കയ്യിലുള്ള ചോക്ലേറ്റൊക്കെ കൊടുത്തു. പക്ഷേ ഗോലി കൊടുത്തവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, 1 പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ബാക്കി കൊടുത്തു. അവൻ തിരുവനന്തപുരത്താണ്, ഒന്നങ്ങ് ഒളിപ്പിച്ച് വെച്ച് ബാക്കി കൊടുത്തു. ചോക്ലേറ്റ് ഉള്ളവൻ ഫുള്ളും കൊടുത്തു. ഇപ്പം ചോക്ലേറ്റ് ഉള്ളവൻ എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചോക്ലേറ്റ് എല്ലാം കൊടുത്തു, അവൻ്റെ ഗോലിയെല്ലാം എനിക്ക് തന്നു എന്ന് സന്തോഷത്തോடு പോയി. ഈ ഗോലി കൊടുത്തവൻ എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ, അവൻ 1 or 2 ചോക്ലേറ്റ് ഒളിപ്പിച്ചിട്ടുണ്ടാവോ? അവൻ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അവൻ ഒളിപ്പിച്ചത് കൊണ്ട് അവന് സംശയം മറ്റവനും ഒളിപ്പിച്ചിട്ടുണ്ടാകോ. ആത്മവൻ മന്യത്തെ ജഗത്. ഈ പ്രപഞ്ചത്തിനെ ഞാൻ എൻ്റെ ബോധത്തിൽ കൂടെയാ കാണുന്നത്. അവിടെ ഭഗവാൻ വരണം. ഇപ്പം നമ്മളിവിടെ ഒരു കേക്ക് കൊണ്ടുവന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു മധുരപലഹാരം വെച്ചു. ഇവിടെ ഈ 100 പേരുണ്ട്. 100 പേര് ഒരുപോലെ അല്ല കാണുന്നത്. ഒരാൾ വിചാരിക്കും നല്ല കളർ, ഇനി ഒരാൾ വിചാരിക്കും നല്ല മണം, ഒരുത്തൻ വിചാരിക്കും നല്ല ഡെക്കറേഷനിൽ ചെയ്ത്, ഒരാൾ വിചാരിക്കും ഗോതമ്പയാണോ മൈദയാണോ. പലരും പല രീതിയിലാണ് കാണുന്നത്. ആ കാണുന്നത് പോലെ അവരതിനെ സമീപിക്കുകയും ചെയ്യുള്ളൂ. എന്ത് തന്നെ ഭക്തിയിലേക്ക് ഒരാൾ വന്നാലും അവൻ്റെ അടിത്തളത്തിലുള്ള ബോധത്തിൽ പൂർണ്ണമായ ഒരു ശരണാഗതി വിശ്വാസമില്ലെങ്കിൽ അവൻ ഉപരിപ്ലവം, സർഫേസിൽ മാത്രമേ ഭക്തനായിരിക്കൂ. അതുകൊണ്ട് ഇവിടെ നാരദ മഹർഷിയെടുത്ത് ചോദിച്ചു, ഒറ്റ വരിയിൽ എനിക്കുള്ള സൂത്രം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറയാം, സജഹാതി മതിം ലോകേ വേദേച പരിനിഷ്ഠിതം. നിനക്ക് എങ്ങനത്തെ വിശ്വാസം ഭഗവാന്റെ അടുത്തുള്ള പരിനിഷ്ഠ, ശരണാഗതിയുടെ ഒരു അംശമാണ്. ഏതവസ്ഥയിലും ദൈവം എന്നെ സംരക്ഷിക്കും. പരിനിഷ്ഠ. യഥാ യസ്യാനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. അങ്ങനത്തെ ഒരു നിഷ്ഠ വേണം. പിന്നെ ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ ഒരു ശ്ലോകം പറയുന്നു, വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. അതിതിലല്ല.
യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരു തസ്യൈ കതിതഹി അർത്ഥ പ്രകാശന്തെ മഹാത്മനഃ. യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരു. ഭഗവാനിലും ഗുരുവിലും പരാഭക്തി, ഇപ്പൊ തന്നെ ആ വാക്ക് പറഞ്ഞു, പര, എല്ലാം കടന്ന ഉപരി, അങ്ങനത്തെ ഒരു ഉയർന്ന ഭക്തി ആരെടുത്തുണ്ടാകണം? കൃഷ്ണനിൽ മാത്രം ഇരുന്നാൽ പോരാ, ഗുരുവിലും ഉണ്ടാകണം. കൃഷ്ണ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിച്ചാലും ഡെയിലി എത്ര പേരുടെ ജീവിതത്തിലാണ് ഭഗവാൻ നേരിട്ട് വന്ന് സ്വപ്നത്തിൽ വന്ന് ഉപദേശം തരുന്നത്? ഭഗവാനെ ഫോൺ അടിച്ച് വിളിച്ച്, കൃഷ്ണ ഞാൻ ഇനി ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ, ഈ ബിസിനസ് ചെയ്യണോ ആ ബിസിനസ്, ആരാണ് ഭഗവാന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ പറ്റുക? പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധിയായി ഒരു ശുദ്ധ ഭക്തനെ ആരായി സ്വീകരിക്കണം? ഗുരുവായി സ്വീകരിക്കണം. അതേസമയം കെയർഫുള്ളായിരിക്കണം. ഇന്ന് ഭാരതത്തിൽ 99% കള്ളഗുരുക്കന്മാരാണ് മാർക്കറ്റിലുള്ളത്. അതിൽ പോയി കുടുങ്ങിയ മൊത്തത്തിൽ പോയി. ശുദ്ധനായ ഒരാളെ ഗുരുവായി സ്വീകരിക്കണം. അങ്ങനെ യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരു. ഗുരുവിൻ്റെ അടുത്തും ദൈവത്തിൻ്റെ അടുത്തും തുല്യമായി വിശ്വാസമുള്ള ആൾക്ക് കഥിതഹി അർത്ഥ, വേദങ്ങളുടെ ആ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന അർത്ഥം പ്രകാശന്തെ മഹാത്മനഃ, ഹൃദയത്തിൽ ഇങ്ങനെ പ്രഭാവമുണ്ടായിക്കൊണ്ടേ താനേ ഉത്ഭവിച്ചു കൊണ്ടേയിരിക്കും വേദങ്ങളുടെ ഉള്ളർത്ഥം. അതുകൊണ്ട് ശരിയായ ഗുരു ഇല്ലാതെ ഇതെല്ലാം ഈ പുസ്തകങ്ങൾ വായിച്ച അവൻ അരവട്ടായിപ്പോ. കാരണം ഭാഗവതത്തിൽ 18,000 ശ്ലോകം. ഇതിൽ 12ാമത്തെ അധ്യായത്തിൽ വ്യാസമഹർഷി ഒരു ശ്ലോകം പറയുന്നു. എന്താ ശ്ലോകം എന്ന് വെച്ചാൽ, ഇത്ര നേരം ഞാൻ എഴുതിയത് മൊത്തം കഥയാണ്, അതൊക്കെ തെറ്റ് കാണും. എന്തിനാണോ വ്യാസൻ അങ്ങനെ ഒരു ശ്ലോകം എഴുതി വെച്ചത്? 18,000 ശ്ലോകം എഴുതിയിട്ട് 12ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഇത് മുഴുവനും കഥയാണ്, ഇതിൽ തെറ്റുകൾ കാണും. ശരി, നിങ്ങൾ ആ ശ്ലോകം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ആലോചിക്കണം, ഉറങ്ങരുത്. 18,000 ശ്ലോകവും വ്യാസൻ ഭഗവാൻ 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 ഭഗവാനാണ് സർവേശ്വരൻ, ഭഗവാനാണ് ത്രിലോകങ്ങളുടെ അധിപതി, ഭഗവാനാണ് അണ്ടചരാചരങ്ങളുടെ അധിപതി, ദേവന്മാർ അദ്ദേഹം പറയുന്നതാ കേൾക്കുന്നത്, നാരദൻ എങ്ങനെ ചെയ്തു, പ്രഹ്ലാദൻ ഇങ്ങനെ, ഇതെല്ലാം പറഞ്ഞിട്ട് 12ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ ഇത് വെറും കഥയാണ്, ഇതിൽ തെറ്റുകളുണ്ട് എന്ന് വ്യാസൻ പറഞ്ഞു. ആ ശ്ലോകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ശരി, നമുക്ക് പോയി പ്രസാദം കഴിക്കാം. എന്തെങ്കിലും ഒരു ആൻസർ പറയണം. തല ആലോചിക്കൂ, യൂസ് ചെയ്യൂ. അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഓക്കെ, പക്ഷേ എല്ലാ ഭാഗവത പ്രചാരകന്മാരും ജ്ഞാനികളും ഈ 18,000 ശ്ലോകത്തിനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു ശ്ലോകത്തിനെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് വളരെ ദൗർഭാഗ്യം, ഒരു വിഷമകരമായ കാര്യം, ഭാഗവത സപ്താഹങ്ങളിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാരും ആ ഒരു ശ്ലോകം എടുത്തിട്ട് ഇത് മൊത്തം കഥയാ, കാര്യം മനസ്സിലായാൽ മതി പോയി. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ തത്വം, ഇതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കണം. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ എൻ്റെ മകനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറയാം, അലമാറയ്ക്കകത്ത് 10 പവനുണ്ട്, സൂക്ഷിച്ചോളാം. അടിയിൽ 3ാമത്തെ കള്ളിയിൽ ഞാൻ പത്രം വെച്ചിട്ട് ഫയലുണ്ട്, അവിടെ ലോക്കറിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മകനല്ലാത്ത ഒരു വെളിയിലത്തെ ഒരാൾ വരുന്നു, അവൻ പകുതി കേൾക്കുകയും ചെയ്തു. ഉടനെ അച്ഛൻ പറയും, ആ മോനെ അലമാറയ്ക്കുള്ളത് മുക്ക് പണ്ടാണ് കേട്ടോ എന്ന് ഉറക്കെ പറയുന്നു അച്ഛൻ. എന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞു? എന്തിനാ അങ്ങനെ പറഞ്ഞത്?
അവിശ്വാസി കള്ളൻ അകത്ത് കയറി വന്ന് കുറച്ച് കേട്ടു. അയ്യോ, ഇനി എൻ്റെ മകന് കിട്ടാതെ മോഷ്ടിച്ചുകൊണ്ട് പോയാലോ? ഉടനെ അച്ഛൻ പറഞ്ഞു, അതെല്ലാം മുക്കുകൊണ്ടാണേ എന്ന് ഉറക്കെ പറഞ്ഞു. അതാണ് വ്യാസനും ഇവിടെ ചെയ്തത്. ഒരു ഫിൽട്ടർ ഇട്ട് നോക്കി ആരെങ്കിലും ഇതും കടന്നു വരുമെന്ന്. പോയി 99% അതിൽ കൂടെ അങ്ങ് പോയി. സെയിം തിങ് രാമായണത്തിൽ. രാമചന്ദ്രമൂർത്തി രാമായണം മുഴുവനും മീന് കഴിക്കല്ലേ, കോഴിയെ കഴിക്കല്ലേ, കുറുക്കനെ കഴിക്കല്ലേ, അത് ചെയ്യല്ലേ, വേട്ടയ്ക്ക് പോവല്ലേ, ഈ പാവങ്ങളെ കൊല്ലല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, അത് ചെയ്യല്ലേ, എല്ലാം പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിൽ യജ്ഞഹോമാദികളിൽ അന്ന് കാലത്ത് അവർ മാംസവും സമർപ്പിച്ചു എന്ന് എവിടെയോ ഒരു വരി വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ അതിനെ കയറി പിടിച്ചു. രാമൻ മീന് കഴിച്ചെന്ന് എന്ത് ഇവർ പോയി കണ്ടതുപോലെ. ആ പേരും പറഞ്ഞ് നാട്ടിലുള്ളവരെല്ലാം മീന് കഴിക്കുക. ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇതുപോലെ ഭാഗവതത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിനെ സമീപിക്കണം. ഈ ശ്ലോകം എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ്, കാരണം ഇത്ര ദിവസം വായിച്ചതിനും ഈ ശ്ലോകത്തിൽ ഒരു പരസ്പര വിരുദ്ധമുണ്ട്, ഇത് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പം ഗുരുനാഥൻ അത് ശരിക്കും പറഞ്ഞു തരും. അതുകൊണ്ടാണ് യസ്യദേവേ പരാഭക്തിർ യഥാദേവേ തഥാ ഗുരു. ദൈവത്തിൻ്റെ അടുത്തും ഗുരുവിൻ്റെ അടുത്തും തുല്യമായ വിശ്വാസം വേണം. പ്രകാശന്തേ മഹാത്മനഃ. ഈ വേദങ്ങളുടെ രഹസ്യമെല്ലാം അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമാകും. എത്രാമത്തെ ശ്ലോകം വായിച്ചത്? ഇത് മനസ്സിലാക്കി 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 വരുമ്പോൾ ഞാൻ പറഞ്ഞു, വിശ്വാസം എങ്ങനത്തെയാ? നിഷ്ഠ, സുനിഷ്ഠ, പരിനിഷ്ഠ. ആ പരിനിഷ്ഠയുടെ അവസ്ഥയിൽ അവൻ വരുമ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ എഴുതുന്നു, നാഹം വിപ്രോ, ഞാൻ ബ്രാഹ്മണനല്ല, നച നരപതിർ, ഞാൻ രാജാവുമല്ല, ന വൈശ്യോ ന ശൂദ്രോ, ഞാൻ വൈശ്യനുമല്ല, ഞാൻ ശൂദ്രനുമല്ല, നാഹം വർണ്ണി, എൻ്റെ വർണ്ണവിവേചനം എനിക്ക് ബാധകമല്ല, നച ഗൃഹപതിർ, ഞാൻ ഗൃഹസ്ഥനുമല്ല, ന വനോസ്തോ, ഞാൻ എന്താ പറയുക വാനപ്രസ്ഥനുമല്ല, ഗോപീ ഭർത്തപദകമലയോർ ദാസ ദാസ ദാസാനുദാസ. പക്ഷെ ഇപ്പോഴും നമുക്ക് ബോഡിലി ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ശരീരമല്ല. ഇപ്പം ഈ ശ്ലോകമനുസരിച്ച് നമ്മൾ ബ്രാഹ്മണരാണോ? അല്ല. ക്ഷത്രിയനാണോ? അല്ല. ഞാൻ ഹിന്ദുവാണോ? അല്ല. ഞാൻ മുസ്ലിമാണോ? അല്ല. ഞാൻ ഭാരതീയനാണോ? അല്ല. എന്നാലും ഇലക്ഷനിൽ നമ്മൾ വിചാരിക്കുന്ന കക്ഷി ജയിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ജയിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ആ ബോഡിലി ഐഡൻറ്റിഫിക്കേഷൻ വിട്ട് വെളിയിൽ വരാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നു, നാഹം വിപ്രോ ച നരപതിർ നപി വൈശ്യോ ന ശൂദ്രോ നാഹം വർണ്ണി ച ന ഗൃഹപതിർ ന വനസ്തോ യതിർവാ. ഞാനിതൊന്നും ബ്രാഹ്മണനല്ല, വൈശ്യനല്ല, ക്ഷത്രിയനല്ല, ശൂദ്രനല്ല, ബ്രഹ്മചാരിയല്ല, വാനപ്രസ്ഥിയല്ല, ഗൃഹസ്ഥനല്ല. ഞാൻ ആരാ? ഗോപീ ഭർത്തപദകമലയോർ ദാസ ദാസ ദാസാനുദാസ. ഗോപസ്ത്രീകളെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ പാദകമലങ്ങളെ സേവിക്കുന്ന ദാസന്റെ 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 ദാസൻ. ആ വിനയം വന്നാൽ നമ്മൾ ആത്മീകതയിൽ ജയിച്ചു. അല്ലെങ്കിൽ പുനരപ്പി ജനനം പുനരപ്പി മരണം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി